കോതമംഗലം കീരമ്പാറ പുന്നേക്കാട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എ ടി അശ്വതി നൽകും. അശ്വതി, കാട്ടാനക്കൂട്ടത്തെ ആ പ്രദേശത്ത് നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ എന്താണ് സ്ഥിതി? ലിബീഷ്, ഇപ്പോൾ അവിടെ നിന്ന് മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വ്യാപകമായി ഈ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഈ മേഖലയിൽ, കീരമ്പാറ മേഖലയിൽ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. നിരന്തരമായിട്ട് ഇവിടുത്തെ ആളുകൾ എല്ലാവരും തന്നെ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കൃഷിയിടങ്ങളിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉന്നയിക്കുന്നതാണ്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള കാട്ടാനക്കൂട്ടമാണ് ഇത്തവണ എത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല കൃഷി വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തു. ഇനി ആ കൃഷി എത്രത്തോളമാണ് നശിപ്പിച്ചത്, അതിന്റെ കണക്കെടുപ്പ് കാര്യങ്ങൾ, ഒപ്പം തന്നെ അതിന്റെ നഷ്ടപരിഹാരം ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും ഇനി ഇതിൽ ഈ വിഷയത്തിൽ ഒരു ഡെവലപ്മെന്റ് ആയിട്ടുണ്ടാവുക. കൃഷി വകുപ്പ് ഇത് സംബന്ധിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും ഇതിന്റെ വ്യാപ്തി, നഷ്ടത്തിന്റെ വ്യാപ്തി കണക്കാക്കുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം പല ഘട്ടങ്ങളിലായി ഈ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ കാട്ടാന ആക്രമണം, പ്രത്യേകിച്ച് കൃഷിയിടത്തിലെ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ലിബീഷ്, ശരി അശ്വതി. കോതമംഗലം കീരമ്പാറ പുന്നേക്കാടാണ് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചത്.